ഒരു കാര്യം കൂടി പറയട്ടെ, ഇനി ആരും തന്നെ സമസ്തയുടെ പേരും പറഞ്ഞ് അതാ സുന്നത്ത് ജമാഅത്തിന്റെ മഹല്ലുകളിൽ വന്ന് പള്ളികൾ നശിപ്പിക്കാൻ, പള്ളികൾ അടച്ചുപൂട്ടാൻ, മദ്രസകൾ അടച്ചുപൂട്ടാൻ ആരും രംഗത്ത് വന്നേക്കരുത്. വന്നാൽ നിയമപരമായി ഞങ്ങൾ നേരിടുക തന്നെ ചെയ്യും. അതിന് ചെറിയ SBS മക്കൾ മുതൽക്ക് ഞങ്ങളെ പ്രായം ചെന്ന മഹാനായ സുലൈമാൻ ഉസ്താദ് വരെ പൂർണ്ണമായി രംഗത്തുണ്ടാകും. അള്ളാഹുവിന്റെ ദീൻ നശിപ്പിക്കാൻ അനുവദിക്കില്ല, റബ്ബിന്റെ ഭവനങ്ങൾ പൂട്ടാൻ അനുവദിക്കില്ല, റബ്ബിന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന മദ്രസകൾ നശിപ്പിക്കാൻ അനുവദിക്കില്ല. ഞങ്ങളെ മുൻഗാമികളായ മുഅ്മിനീങ്ങളോട് ഞങ്ങൾക്ക് കടപ്പാടുണ്ട്, ഞങ്ങളെ ഉമ്മബാപ്പമാരോട് കടപ്പാടുണ്ട്. അതാ മുൻഗാമികൾ നിർമ്മിച്ച പള്ളികളും മഹല്ലുകളും ഖബർസ്ഥാനികളും ഞങ്ങളുടേതാണെന്ന് അവകാശവാദം ഉന്നയിച്ച് മുസ്ലിം പള്ളികൾ പൂട്ടിച്ച് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ കയ്യടി വാങ്ങാൻ ആര് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഞാൻ പറയട്ടെ, തത്തുല്യ ചിന്താഗതിക്കാരായ ഏതെങ്കിലും വിദഗ്ധകാരെ അവര് കൂട്ടുപിടിച്ച് മഹല്ലുകൾ കൈയടക്കാൻ ശ്രമിക്കുന്നു. തൃശൂർ ജില്ലയിൽ നമുക്കറിയാമല്ലോ, കൂരിക്കുഴിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് അറിയാമല്ലോ. വിദഗ്ധത്തിന്റെ മുഴുവൻ കക്ഷികളെയും കൂട്ടിയിട്ട് നമ്മോട് നേരിടാനല്ലേ അതാ ശ്രമിച്ചിരുന്നത്. അതുപോലെ പല സ്ഥലത്തും വിദഗ്ധകാരെയും കൂട്ടിയിട്ട് മുസ്ലിങ്ങളെ പള്ളി തകർക്കാൻ, മുസ്ലിമീങ്ങളെ മദ്രസ തകർക്കാൻ ഈ കക്ഷികൾ ഇനിയും രംഗത്ത് വന്നാൽ ഈ 25,000 പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഇവിടെ ലക്ഷങ്ങളല്ല കോടികളല്ല അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കാൻ സജ്ജരായ ഒരു സമൂഹം ഇവിടെയുണ്ടെന്ന ബോധമുണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയും സജീവമായി സംഘടനാ പ്രവർത്തനത്തിൽ മുന്നേറണമെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ്.